സമയം ലാഭിക്കൽ യൂസിങ് AI പാർട്ട് 2. ഡിസൈനിങ്ങോ കോണ്ടന്റോ ഒന്നും ടൈപ്പ് ചെയ്യാണ്ട് ഒരു സിംഗിൾ പ്രോംപ്റ്റ് യൂസ് ചെയ്ത് നമ്മൾ പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോണ്. കോളേജിൽ പഠിക്കുന്നവർക്ക് അതേപോലെ വർക്ക് ചെയ്യണവർക്കൊക്കെ പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ കുറേ സമയം എടുക്കാറുണ്ട്. സോ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു AI ടൂൾ യൂസ്ഫുൾ ആയിരിക്കുള്ളൂ. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് Gamma.app എന്ന് പറഞ്ഞൊരു AI ടൂളാണ്. ഈ ഒരു വെബ്സൈറ്റിൽ എൻ്റർ ചെയ്യുക, ജസ്റ്റ് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ക്രെഡിറ്റ് കിട്ടുള്ളൂ. ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫ്രീ ആയിട്ട് പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഹോം പേജിൽ തന്നെ ക്രിയേറ്റ് ന്യൂ എ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, ജനറേറ്റ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമുക്ക് പ്രസൻറ്റേഷൻ മാത്രമല്ല വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, സോഷ്യൽ മീഡിയ പോസ്റ്റ് വരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കിടിലൻ എ ടൂളാണ്. ഇനി നമുക്ക് എങ്ങനത്തെ പ്രസൻറ്റേഷനാണ് വേണ്ടതെന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രസൻറ്റേഷൻ എങ്ങനെ വേണം. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഹോളിഡേ ഡെസ്റ്റിനേഷനെ കുറിച്ചാണ് ഞാൻ ഉണ്ടാക്കുന്ന പ്രസൻറ്റേഷൻ. അതിൽ എന്തൊക്കെ വേണം ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ പേജ്, മെയിൻ പേജ്, ഇമേജസ്, അങ്ങനെ എല്ലാം വേണം. എനിക്ക് എന്തൊക്കെയാണ് വേണ്ടത് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവസാനം ജനറേറ്റ് ഔട്ട്ലൈൻ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ കുറച്ച് ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. കുറച്ച് ക്രിയേറ്റീവുള്ള കാര്യങ്ങൾ ഇവിടെ നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ആഡ് ചെയ്യേണ്ടി വരും. ബിക്കോസ് ഇവിടെ കുറേ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇത് നിങ്ങൾ ഔട്ട്ലൈനാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഔട്ട്ലൈനിൽ നിങ്ങൾ ഓരോ പേജസിൽ എന്തൊക്കെ കോണ്ടന്റാണ് ഇവിടെ വേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളെ ടെക്സ്റ്റ് കോണ്ടന്റ് എഡിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്ത് തീമാണ് വേണ്ടത് ആ തീം നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇമേജസ് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കിഡിലിനായിട്ട് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ കിഡിലും പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കസ്റ്റമൈസ് ചെയ്ത ശേഷം ജനറേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഒരു ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക. ഓക്കേ, ഫൈനലി നമ്മുടെ പ്രസൻറ്റേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രസൻറ്റേഷൻ ഓ നൈസ്, കിടിലൻ. കേരളത്തിൻ്റെ കറക്റ്റ് ഇമേജസാണ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നൈസ് നൈസ്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ദേ മൂന്നാർ, വയനാട് എന്ന് കൊടുത്തിട്ടുണ്ട് ഹെഡിങ്. അതിൻ്റെ സ്യൂട്ടബിൾ കറക്റ്റ് ഇമേജസാണ് എ ടൂൾ ഇതിൽ കണ്ടുപിടിച്ച് ആഡ് ചെയ്തേക്കണം. കറക്റ്റ് ഇമേജസ്. നമ്മുടെ ആലപ്പുഴയുടെ ഒക്കെ കറക്റ്റ് ഇമേജസ് ആഡ് ചെയ്തേക്കണം. നിങ്ങൾക്ക് ഈ ഒരു എൻ്റെ പ്രസൻറ്റേഷൻ ഫുള്ളായിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇമേജസ് മാറ്റാൻ പറ്റും, കോണ്ടന്റ് എഡിറ്റ് ചെയ്യാൻ പറ്റും, എല്ലാം എഡിറ്റ് ചെയ്യാൻ പറ്റും ഇതിൽ. പിന്നെ ഫൈനലി നിങ്ങൾക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഒരു 3 ഡോട്ട് കാണാൻ പറ്റും. ആ 3 ഡോട്ട് സെലക്ട് ചെയ്യുക, എക്സ്പോർട്ട് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ഫോർമാറ്റിലാണോ ഡൗൺലോഡ് ചെയ്തത് ആ ഒരു ഫോർമാറ്റിൽ നിങ്ങൾക്ക് ഈസിയായി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ എനിക്കിത് യൂസ്ഫുൾ ആണെന്ന് തോന്നി, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. താങ്ക് യു.